നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. 1200 മീനമാസം 18-ാം തീയതി, അതായത് 2025 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ, ചൊവ്വാഴ്ച മുതൽ ഏപ്രിൽ 7-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 7 വരെയുള്ള ദിനങ്ങൾക്കിടയിലുള്ള പ്രത്യേകതകൾ എന്തെന്നുകൂടി നമുക്ക് ചിന്തിക്കണം. ഏതായാലും 29-ാം തീയതി ശനി മീനം രാശിയിലേക്ക് എത്തിച്ചേർന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ വാരം വരുന്നത് ഏപ്രിൽ 3-ാം തീയതി ചൊവ്വ കർക്കിടകത്തിലേക്ക്, നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഇവിടെ ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് മേടം, ഇടവം രാശിക്കാരെ സംബന്ധിച്ചുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. ആദ്യമായി മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് രാശിയിൽ ചന്ദ്രനും 2-ാം ഭാവത്തിൽ വ്യാഴവും 3-ാം ഭാവത്തിൽ ചൊവ്വയും 6-ാം ഭാവത്തിൽ കേതുവും വ്യയഭാവത്തിൽ 12-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, ശനി, രാഹു, ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി നടന്നുകൊണ്ടിരിക്കുന്നത്. മേടൻ രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് രാശിക്കൊരു ബലമുണ്ട്. രാശിയിൽ ചന്ദ്രനുണ്ട്. ആ ചന്ദ്രൻ കറുത്ത വാവ് കഴിഞ്ഞ് മേടത്തിൽ വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉച്ചസ്ഥനായി ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന ചന്ദ്രനാണ്. ചന്ദ്രന് പ്രായേണ ബലമുണ്ട്. അതിനാൽ മേടൻ രാശിയിൽ ചന്ദ്രൻ്റെ സാന്നിധ്യം ഈ ഒരു വാരം മേടൻ രാശിക്കാർക്ക് ഉന്മേഷ ജനകങ്ങളായ പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം ആ ചന്ദ്രൻ ഒരു യോഗകാരകനാണ്. ചന്ദ്രൻ അവിടെ വ്യാഴത്തിന് ഒരു സുലഭായോഗം കൊടുത്തു. ജീവേ അർത്ഥധർമ്മ സുഖഭാഗ് നൃപപൂജിത, തന്നെ രാജാവ്, അധികാരികൾ പൂജിക്കുക. അർത്ഥധർമ്മ സുഖഭാഗ്, അർത്ഥം, ധനം, സുഖം, ഇതൊക്കെ ഉണ്ടാവുക. സ്വതവേ മേടൻ രാശിയിലെ ചന്ദ്രന് പ്രത്യേകിച്ച് ഫലം പറഞ്ഞിട്ടുണ്ട്. വിധുർഗോ കുളീരാജകസൻ വപുസ്തോ ധനാധ്യക്ഷം ആനന്ദ ലാവണ്യപൂർണം. വിധുർഗോ, ഇടവം ചന്ദ്രൻ ഉച്ചരാശിയാണ്. അവിടെ നിൽക്കുന്ന ചന്ദ്രൻ ധനത്തിൻ്റെ അധ്യക്ഷസ്ഥാനത്ത് എത്തുമെന്നൊരു ഫലമുണ്ട്. കുളീര അജകസൻ, അത് മേടത്തിലും കർക്കിടകത്തിലുമാണെങ്കിൽ ആനന്ദലാവണ്യപൂർണം, അല്ലേ, വളരെ ലാവണ്യപൂർണമായിട്ടിരിക്കുമെന്നൊരു ഫലമുണ്ട്. അതിനാൽ ഇന്ന് എല്ലാ ഗ്രഹങ്ങളും മേടൻ രാശിക്കാർക്ക് 12-ലാണ്. സൂര്യൻ 12-ലാണ്, ശുക്രൻ 12-ലാണ്, ബുധൻ 12-ലാണ്, ശനി 12-ലാണ്. ധാരാളം പ്രയാസങ്ങൾ മേടൻ രാശിക്കാർക്ക് ഉണ്ടാകാം. എങ്കിലും ഒരു വേനൽക്കാലത്തൊരു മഴ എന്ന പോലെ ഈ ചന്ദ്രൻ മേടൻ രാശിക്കാർക്ക് ആനന്ദമയമായ ഒരു അന്തരീക്ഷത്തെ സംജാതമാക്കും. ഒരുപക്ഷെ ഭൂമി ലഭിക്കുക, പൂർവികമായ സ്വത്ത് ലഭിക്കുക, അല്ലെങ്കിൽ പൂർവികമായ സ്വത്ത് വിറ്റ് കാശുണ്ടാക്കുക, ഈ രീതിയിലുള്ള എന്തെങ്കിലും സാമ്പത്തികമായ ചില നല്ല കാര്യങ്ങൾ മേടൻ രാശിക്കാർക്ക് സംഭവിക്കുന്ന വാരമാണ്. 3-ാം തീയതി നീചസ്സനായി ചൊവ്വ 4-ാം ഭാവത്തിലേക്ക് വരും. അത് മേടൻ രാശിക്കാർക്ക് അത്ര ശുഭമല്ല. സ്വതവേ 7-ര ശനിയും മെയ് മുതൽ വ്യാഴം 3-ലേക്ക് പോകുന്നതും ഒക്കെ തന്നെ മേടൻ രാശിക്കാർക്ക് കാര്യങ്ങൾ അത്ര സുഖകരമായ ഒരു സമയമായിരിക്കില്ല. വളരെയധികം ജാഗ്രത പാലിക്കണം മേടൻ രാശിക്കാർ. നിർബന്ധമായി മേടൻ രാശിക്കാർ 7-ര ശനിയുടെ ഒരു തുടക്കമാണ്. അതിനാൽ ശനീശ്വര ക്ഷേത്ര ദർശനം, ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥനയും എല്ലാ ശനിയാഴ്ചയും കാലത്ത് ശനിയുടെ കാലഹോര, ഉദ്ദേശം ഒരു 6:15 മുതൽ 7:15 വരെയുള്ള സമയം, ഒരു 48 മിനിറ്റ്, ഒരു മുഹൂർത്തം, 2 നാഴിക, അതാണത്. ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി നന്നായി ശനീശ്വരനെ ഭജിക്കണം. ശനിഷ്ഠസനായാലെല്ലാം നിങ്ങൾക്ക് മേടൻ രാശിക്കാർക്ക് തരും. ശാരീരികമായ ക്ഷമത വർദ്ധിപ്പിക്കാൻ ഈ സമയത്ത് 7-ര ശനിക്കാലത്ത് എള്ള് വെള്ളത്തിലിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുന്നത് നമുക്ക് ഫിസിക്കലി മെൻ്റലി വളരെയധികം മാറ്റങ്ങൾ പ്രദാനം ചെയ്യും. ശനിയുടെ ധാന്യമാകുന്നു എള്ള്. ഗണപതി ഹോമമൊക്കെ കഴിച്ചാൽ അതിലൊക്കെ എള്ളിൻ്റെ പ്രസാദം ധാരാളം കാണും. അയൺ കണ്ടന്റ് വളരെ കൂടും. അതിനാൽ മേടൻ രാശിക്കാർ പ്രായണ
കുറച്ചുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് കരുക്കൾ നീക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ആരുടെ മുമ്പിലും അടിപതറാതെ മുന്നോട്ട് പോകുന്ന രാശിയാണ് മേടൻ രാശി. അതൊരു കൃതീക രാശിയാണ്. ദൈവാധീനം കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നടക്കും എന്നൊരു ഫലം മേടൻ രാശിക്കാർക്ക് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ പരിഭ്രമിക്കാതെ ഓരോ കാര്യങ്ങളും നന്നായി മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുക. പ്രാർത്ഥനകൾ ഉപേക്ഷിക്കരുത്. ശാരീരികമായി വെള്ളത്തിൽ തെന്നി വീഴുക, അല്ലെങ്കിൽ ഡിസ്ക് സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ വരിക, പാദങ്ങൾക്ക് വൈകല്യങ്ങൾ വരിക, കണ്ണുകളുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ, ഇടത്തെ കണ്ണുകളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമൊക്കെയാണ്. ഇതിനെല്ലാം പരിഹാരമാണ് ഞാൻ പ്രാർത്ഥനകൾ നിർദ്ദേശിച്ചത്. മേടരാശിക്കാർ പെട്ടെന്ന് വീട് മാറുന്നൊരവസ്ഥ വളരെ ശ്രദ്ധിച്ച് വേണം. ചില കലഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വീട് മാറുന്നൊരു ചിന്തയൊക്കെ വരും. പക്ഷെ തൻ്റെ ബജറ്റൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഉത്തമ തീരുമാനങ്ങൾ എടുക്കുക. എല്ലാ പ്രിയപ്പെട്ട മേടരാശിക്കാർക്കും നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിക്കാരുടെ ഈ ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇടവൻ രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിന് 45 നാഴിക, രോഹിണി മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിയിൽ ശുക്രൻ നിൽക്കുന്നുണ്ട്. 2ാം ഭാവത്തിൽ ചൊവ്വ, അത് നീചത്തിലേക്ക് 3ാം ഭാവത്തിലേക്ക് പോവുകയാണ് 3-ാം തീയതി. 5ാം ഭാവത്തിൽ കേതു. ബാക്കി എല്ലാ ഗ്രഹങ്ങളും 11ാം ഭാവത്തിലാണ്. 12ൽ ചന്ദ്രനും. ഇടവൻ രാശിക്കാർക്ക് ഒരു ഊർധ്വമുഖ രാശിയാണ്. പുതിയ പദ്ധതി ആരംഭങ്ങൾ, തുടക്കങ്ങൾ ഒക്കെ അനുഷ്ഠിക്കാവുന്ന സമയമാണ്. 11ൽ സൂര്യനാണ്. ഇവിടെ ഭൂമി ലാഭമാകാം, തൻ്റെ കർമ്മമേഖലയിൽ തനിക്ക് അധികാരിയിൽ നിന്നും കിട്ടുന്ന ഒരു പ്രത്യേക പദവിയാകാം, ചിഹ്നമാകാം, അപ്രിസിയേഷൻ ആകാം ജോലി സ്ഥലത്ത്. ഇതൊക്കെ സംഭവിക്കും. കർമ്മമേഖല വളരെ ശാന്തമായ ഒരു വാരമായിരിക്കും ഇടവൻ രാശിക്കാർക്ക്. കാരണം കർമാധിപനായ ശനി 11ലാണ്. അതിനുമപ്പുറം സന്താന വിഷയത്തിനൊക്കെ അനുകൂലമായ സമയമാണ്. യുവതികൾ ഗർഭം ധരിക്കാൻ വളരെ അനുകൂലമാണ്. അപ്രകാരം തന്നെ സന്താന വിഷയത്തിലേക്ക് ശ്രമിക്കുന്ന ദമ്പതികൾക്കും ഈ ഒരു സമയം വളരെ അനുകൂലമാണ്. കാരണം സന്താന സ്ഥാനത്ത് ലഗ്നാധിപനായ ശുക്രന്റെ ദൃഷ്ടിയുണ്ട്. അവിടെയും സന്താനപതിയായ ബുധൻ നീചസ്ഥാണെങ്കിലും ആ ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. പിന്നീട് സൂര്യൻ 11ൽ നിൽക്കും. പലപ്പോഴും ഒരു ദോഷമുണ്ടാക്കും, എബോർഷൻ മുതലായ ദോഷമുണ്ടാക്കാം. അതിനു പുറമെ ചില സന്താന സംബന്ധമായ ചില പ്രയാസങ്ങളും പിരിമുറുക്കങ്ങളും 11ലെ സൂര്യൻ പലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ ചെറിയ രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് നയിക്കുക. 3ാം തീയതി മുതൽ ചൊവ്വ നീചസ്ഥനായി സഹോദര സ്ഥാനത്തേക്ക് വരികയാണ്, 3ാം ഭാവത്തിലേക്ക് പോവുകയാണ്. അതിനാൽ അനാവശ്യമായ വാശി, ദുർവാശി ഉപേക്ഷിക്കുന്നത് ഇടവൻ രാശിക്കാർക്ക് വളരെ നല്ലതാണ്. തൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സമയം അത്ര നല്ലതല്ല. അപ്രകാരം തൻ്റെ സഹായികളെ കണ്ടും തനിക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും. ശത്രുദോഷം ധാരാളം വരുന്ന വാരമാണ്. 12ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. ശശി ദ്വാദശേ ശത്രു നേത്രാദി ചിന്ത. 12ലെ ചന്ദ്രൻ ശത്രുക്കളെയും കണ്ണുകളെയും ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ. അച്ഛനമ്മ മുതലായവരെ ചിന്തിച്ച് അന്തർവിഷാദ, ഉള്ളിൽ വിഷാദമുണ്ടാകും. എന്നാൽ ചാപ്നോധികാമം പ്രിയ അല്പപ്രിയത്വം. തൻ്റെ പ്രിയപ്പെട്ടവളോട്, ഭാര്യയോട്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട തൻ്റെ ഗേൾഫ്രണ്ടിനോട് അല്പപ്രിയത്വം, ഇഷ്ടം വളരെ കുറയുമെന്നാണ്. പലപ്പോഴും ദാമ്പത്യം ഈ വാരം അത്ര നല്ലതായിരിക്കില്ല. ഇടവൻ രാശിയുടെ 7ാം ഭാവം ദാമ്പത്യം, ഭാര്യാഭാവം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് ചൊവ്വ. അത് നീചത്തിലേക്ക് പോവുകയാണ്. 12ാം ഭാവത്തിൽ ചന്ദ്രനുമുണ്ട്. എന്നാൽ ചാപ്നോതി കാമം, താൻ ആഗ്രഹിച്ചത് പലപ്പോഴും ലഭിക്കില്ല. പ്രിയ അല്പപ്രിയത്വം, ഭാര്യയോട് ഇഷ്ടം വളരെ കുറയുമെന്നൊരു ഫലമുള്ളത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ദാമ്പത്യ വിഷയത്തിൽ ജാഗ്രത പാലിക്കുക. അപ്രകാരം തന്നെ യാത്രക്ക് തടസ്സം നേരിടാൻ സാധ്യത വളരെ കൂടുതലാണ്. 7ാം ഭാവാധിപൻ നീചത്തിലേക്ക് പോവുകയാണ്. അതിനാൽ ഉറപ്പുള്ള യാത്രകൾ മാത്രം ചെയ്യുക. നാം വലിയ കാശ് കൊടുത്ത് യാത്ര തരപ്പെടുത്തിയാൽ നമുക്ക് ജോലി അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുണ്ടെങ്കിൽ മാത്രം കാശ് കൊടുക്കുക, അല്ലെങ്കിൽ ചതിക്കപ്പെടും. എല്ലാ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാർക്കും ശോഭനമായൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.